ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ മധൂർ അമ്പലത്തിലോട്ടേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് വെള്ളിയാഴ്ച ആണെങ്കിലും സ്കൂളില്ലെന്നും കാരണം ഇന്ന് സ്കൂൾ അവധി പ്രഖ്യാപിച്ചു ഗൈസ്. എന്തിനാണെന്ന് അറിയില്ല, റെഡ് അലേർട്ടാണോ യെല്ലോ അലേർട്ടാണോ ഒന്നും അറിയില്ല. അപ്പോൾ ഇന്ന് എന്തായാലും സ്കൂൾ ലീവാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മധൂർ അമ്പലത്തിലോട്ടേക്ക് പോകുന്നതായിരുന്നു. ദിസ് മൈ ഔട്ട്ഫിറ്റ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഗൈസ്, നമ്മൾ മധൂർ അമ്പലത്തിലോട്ടേക്കാണ് പോകുന്നത്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ കുറേ വർഷമായി എന്ന് പറയാം മധൂർ അമ്പലത്തിലോട്ടേക്ക് പോയിട്ട്. അപ്പോൾ നമുക്ക് മധൂർ അമ്പലത്തിലോട്ട് പോകുന്ന വിശേഷങ്ങൾ കാണാം. ഗൈസ്, ഞങ്ങൾ റിക്ഷയിലായിരുന്നു പോയത് മധൂർ അമ്പലത്തിലോട്ടേക്ക്. എൻ്റെ കൂടെ എൻ്റെ ഏട്ടൻ, ശരിക്കും എൻ്റെ മാമനായി വരും, പക്ഷേ മാമൻ ഇന്ന് ക്യാമറയിൽ പറയരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഗൈസ്, ഇത് കണ്ടോ, നമ്മളിങ്ങനെ അമ്പലത്തിലോട്ടേക്ക് എത്തിട്ടോ. ഗൈസ്, നല്ല രസമുണ്ട്. ഒരുപാട് ദിവസമായി മധൂർ അമ്പലത്തിലോട്ടേക്ക് വരണം എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇന്നെന്തായാലും മധൂർ അമ്പലത്തിലോട്ടേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഗൈസ്, ഇതാണ് നമ്മുടെ അമ്പലം. നമ്മളിങ്ങനെ അകത്തോട്ട് കയറി. അവിടെ നിന്ന് ഞാനിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ മുഴുവൻ ഇരുട്ടാണ്. കുറേ ആയി ഞാനിവിടെ വന്നിട്ട്. ഇവിടെ അകത്തൊരു കുളമുണ്ട് ഗൈസ്. ഇവിടെ മുഴുവൻ മഴയാണ്. ഇതാണ് മഴയുള്ള എന്താ പറയുക സീൻ എന്ന് പറയാം ഗൈസ്. ഇവിടെയായിട്ട് ഒരു ചെറിയ പുഴയും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ അമ്പലത്തിൻ്റെ അകത്തോട്ടേക്ക് കയറി ഗൈസ്. അവിടെ മുഴുവനായിട്ട് എന്താ പറയുക, അമ്പലത്തിൻ്റെ മുഴുവനായിട്ട് നമുക്ക് എന്താ പറയുക വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ക്യാമറ അലോഡല്ല ഗൈസ്. ഞാൻ ബാക്ക് സൈഡ് കുറച്ച് മാത്രമായിട്ട് അമ്പലം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് സൈഡൊന്നും കാണിച്ചു തരാൻ പറ്റില്ല ഗൈസ്. നമ്മൾ എല്ലാ സൈഡും തോതിട്ട് മണി അടിച്ചിട്ട് വരാണ് ഗൈസ്. നല്ല രസമാണ് ഇങ്ങനെ മണി അടിക്കാൻ. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ വ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നല്ല രസമാണ്. നമ്മളാണെങ്കിൽ ഓരോ മൂലക്ക് പോയിട്ട് ഫോട്ടോ എടുക്കലാണ് മെയിൻ പരിപാടി ഗൈസ്. കണ്ടോ, അമ്പലമാണ് ഗൈസ്. ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതെന്ന് എനിക്ക് ജലദോഷം ആയതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് എന്തോ വേറെ പോലെ ഇരിക്കുന്നത് ഗൈസ്. കണ്ടോ, ഞങ്ങളിങ്ങനെ സെൽഫി എടുത്തിട്ട് കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 5 പേരായിരുന്നു ഗൈസ് അമ്പലത്തിലോട്ടേക്ക് പോയത്. ഈ ഒരു അമ്പലത്തിലാണ് നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ വാള് കൊണ്ടുവന്നത് ഗൈസ്. എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ അപ്പുറം വീഡിയോ എടുക്കാൻ അലോഡായിരുന്നില്ല കേട്ടോ ഗൈസ്. ഞാൻ കുറച്ചെടുത്തു, ഇതിനപ്പുറം വീഡിയോ എടുക്കാൻ അലോഡല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഇവിടുത്തെ പുഴയിലോട്ട് കയറി. അവിടെയാണെങ്കിൽ കാലൊക്കെ ഇങ്ങനെ കഴുകാനുണ്ടായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ കാല് കഴുകില്ല പോകുമ്പോൾ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് കാലറിയത്. എങ്ങനെയൊക്കെയോ ഇറങ്ങി ഗൈസ്. പാൻറ് മുഴുവൻ ചണ്ടായി. നല്ല രസമുണ്ട് ഗൈസ്. അവിടെ വരുന്ന ഇതിൻ്റെ അകത്ത് എന്തില്ല വീഡിയോ എടുക്കാൻ ഇതില്ല. അതൊന്നും ഞാൻ എടുത്തില്ല. പുറത്തോട്ട് മാത്രം വീഡിയോ എടുക്കും ഗൈസ്. അമ്മയാണെങ്കിൽ പുഴയിൽ ഇറങ്ങുമ്പോൾ മഴ വരികയാണ്, വേഗം വാ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടെ നമ്മൾ പെട്ടെന്ന് തന്നെ കയറിട്ടോ. ഒന്ന് പട്ടിക്കുട്ടി ഇറങ്ങി. അവൻ പറഞ്ഞു ബാക്കിനെ വരുന്നുണ്ടാകുന്നത്, പക്ഷെ അവൻ പറ്റിച്ചതായിരുന്നു കേട്ടോ. ഞങ്ങളാണെങ്കിൽ ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നേക്കാൾ 4 വയസ്സിന് മൂത്തതാണെങ്കിൽ ഞാൻ അവൻ്റെ പേര് തന്നെയാണ് കേട്ടോ വിളിക്കുന്നത്. ഒരു കോടി അടിക്കുമോ ഗൈസ്? ചന്തയിൽ പോയാലോ ഗൈസ്? നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് അനന്തപുരം ടെമ്പിൾ. നമ്മൾ അവിടെ നിന്ന് അനന്തപുരം ടെമ്പിളിലോട്ടേക്ക് ഗൈസ്. അവിടുന്ന് നമ്മൾ നേരെ ഒറ്റ മൈൻഡിൽ അനന്തപുരം അമ്പലത്തിലോട്ടേക്ക് വന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ മുമ്പ് നമ്മുടെ ബബി ഉണ്ടായിരുന്നു കേട്ടോ. ബബിക്കാണെങ്കിൽ സുഖമില്ലാതെ മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ തന്നാലൊരു മുതല ഇരിക്കുന്നുണ്ടായിരുന്നു കുളത്തിൽ ഗൈസ്. ഇപ്പോൾ അതിനും ബബിന്ന് തന്നെയായിരുന്നു പേരിട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ മുതലിനെ കാണാൻ വേണ്ടി ഞങ്ങൾ എക്സൈറ്റ്മെൻറ്റിലൂടെ നോക്കുകയാണ്. കണ്ടോ, ഇവിടെ ഒരു ചെറിയ ഗുഹയുണ്ട്. എല്ലാവരും പറഞ്ഞ് ഇതിലൂടെ പോയാൽ തിരുവനന്തപുരത്തേക്ക് എത്തുന്നതാണ്. കണ്ടോ, അവിടെ ഒരുപാട് മീനുണ്ട്. ഞാൻ സൂം ആക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണും ഗൈസ്. കണ്ടോ, അവിടെ ഒരുപാട് മീനുണ്ട്.
ഗൈസ് പിന്നെ അവിടുന്ന് സൈഡിലൂടെ ഇങ്ങനെ വെള്ളം പോകുന്ന കാണുമ്പോൾ അവിടെ നമ്മൾ മണ്ണിരേനെ കണ്ടു. മണ്ണിരേനെ കണ്ടിങ്ങനെ അതിശയത്തോടെ നോക്കുകയാണ് ഗൈസ്. നമ്മളെ വലിയ മണ്ണിരയായിരുന്നു കേട്ടോ ഗൈസ്. മണ്ണിരേനെ ആദ്യമായിട്ട് കാണാത്ത പോലെയാണ് നമ്മൾ കളിച്ചത്. ഇന്നലെ അടക്കം ഞാനൊരു മണ്ണിരേനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ചുറ്റി കറങ്ങാണ്. ഗൈസ് പിന്നെ അവിടെ ഒരു പശു ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ ചുറ്റാൻ വേണ്ടി നിന്നു. പോകുന്നേക്ക് ഇങ്ങനെ അമ്പലമൊക്കെ ഇങ്ങനെ ചുറ്റി കറങ്ങി. പിന്നെ അവിടെ ഈ പക്ഷിയുടെ പേര് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, ഇപ്പം എനിക്ക് മറന്നുപോയി ഗൈസ്. ഇത്ര സമയം അത് ഇതിൻ്റെ മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. ചുറ്റുകയാണ് ഇപ്പോൾ വെള്ളത്തിലാക്കും. അതിപ്പോൾ വെള്ളത്തിൽ ചാടുന്ന പറഞ്ഞ് ഇരിക്കുന്ന പോലെയായിരുന്നു ഇരുന്നത്. പക്ഷെ അത് തുണി ആറിയിട്ട പോലെയായിരുന്നു ഇരുന്നത്. പിന്നെ ഞങ്ങൾ ഇതിനകത്തോട്ട് പോയി. ഇവിടെ കൃഷ്ണൻ്റെ സെറ്റപ്പായിരുന്നു തോന്നുന്നു. ഇവിടെ തുളസി തറയും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതിനകത്ത് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഓണത്തിനൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണിത്. വരുമ്പോൾ ഇതിലും കൂടി കയറാം ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ മുതലിനെ കണ്ടു ഗൈസ്. നല്ല രസമുണ്ട്. തല മാത്രം പൊക്കിയിട്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. അവിടെ ഉണ്ടോ, ദാറ്റ് ഈസ് മുതല. നമ്മൾ മുതലിനെ കണ്ടിരിക്കുന്നു. അവരാരും കണ്ടിട്ട് നമ്മ മാത്രമേ കണ്ടിട്ടുള്ളൂ. മുതലയുടെ തല മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ശരിക്കുമുള്ള മുതലയുടെ രൂപം എന്ന് പറയുന്നത്.